ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ തപസ്സുകാലം 2-ാം ഞായറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളത് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ രൂപാന്തരീകരണ വേളയാണ്. ഈശോ രൂപാന്തരീകരണ സമയത്ത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയിരുന്നു. നമുക്കൊന്ന് പുറകോട്ട് പോകാം. നമ്മൾ 4-ാം ദിവസം ധ്യാനിച്ചത് ഗെത്സെമനീ തോട്ടത്തെ കുറിച്ചാണ്. ഈശോ ഗെത്സെമനീ തോട്ടത്തിൽ പോയപ്പോൾ ഈ 3 പേരെയും കൊണ്ടുപോയിരുന്നു, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. പക്ഷെ അന്ന് അവിടെ നമ്മൾ വായിച്ചത് അവർ വ്യസന നിമിത്തം ഉറങ്ങിപ്പോയി എന്നതാണ്. നമുക്ക് തിരിച്ചു വരാം. ഇവിടെ രൂപാന്തരീകരണ വേളയിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തില് 9-ാം അധ്യായത്തിൽ 32-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു, അവർ കർത്താവിന്റെ മഹത്വം ദർശിച്ചു. അപ്പോൾ ഗെത്സെമനീ തോട്ടത്തിൽ അത് ഉറങ്ങിപ്പോയി. ഇവിടെ അവർ ഉറങ്ങിയില്ല. നിദ്രാവിവശരായിരുന്നു എങ്കിലും അവർ ഉറങ്ങിയില്ല. അതുകൊണ്ട് അവർ കർത്താവിന്റെ മഹത്വം കണ്ടു. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ രൂപാന്തരീകരണം ധ്യാനിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിന്റെ മഹത്വം കാണണമെന്നുണ്ടെങ്കിൽ ഉണർന്നിരിക്കണം. കർത്താവിന്റെ മഹത്വം ദർശിക്കാൻ നമ്മുടെ മുമ്പിൽ പല തടസ്സങ്ങൾ വന്നേക്കാം. അതിനെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ മഹത്വം ദർശിക്കാനായിട്ട് ഈ തപസ്സുകാലത്ത് കഴിയുള്ളൂ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.